ഈ വർഷത്തെ കൺവെൻഷന് അനുരഞ്ജനം എന്നുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ട പൊതുവിഷയം. അതിൻ്റെ വിവിധ വശങ്ങളെയാണ് കഴിഞ്ഞ 4 ദിവസങ്ങൾ വിവിധ പ്രസംഗകർ കൈകാര്യം ചെയ്തത്. ദൈവത്തോടുള്ള മനുഷ്യൻ്റെ അനുരഞ്ജനം, കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടുന്ന, കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കേണ്ടുന്ന അനുരഞ്ജനം, വ്യക്തിബന്ധങ്ങളിൽ സംഭവിക്കേണ്ടുന്ന അനുരഞ്ജനം, ഇന്നലെ രാത്രി പൊതുസമൂഹത്തിൽ, പൊതുജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന അനുരഞ്ജനം. ഇനി 4 മേഖലകളെക്കുറിച്ച് നാം സവിസ്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. ഇന്നലെ രാത്രിയിലത്തെ എൻ്റെ ചിന്തകൾ ഞാൻ പങ്കുവച്ചപ്പോൾ എൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു: ലോകം, സഭ പോലും എന്ന് ഞാൻ പറയുന്നത് സ്നേഹം, ഐക്യം, ഇതിനെ കരുണ, കൂട്ടായ്മ, ഇതൊക്കെ ഏറ്റവും അധികം സംസാരിക്കുന്ന സമൂഹം ക്രൈസ്തവ സമൂഹമാണ്. എന്നാൽ ആ സമൂഹം, സഭ പോലും വല്ലാതെ മറന്നുപോയ ഒരു പദമാണ് അനുരഞ്ജനം എന്നുള്ളത്. മറന്നുപോയെന്ന് ഞാൻ പറയുമ്പോൾ ആ വാക്കറിയാൻ പാടില്ല എന്നല്ല, വാക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ആ വാക്കിൻ്റെ ഉള്ളടക്കത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൽ ലോകം തോറ്റുപോകുന്നു, സഭയും തോറ്റുപോകുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ലോകം വിസ്മരിച്ചുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ് നിങ്ങൾ ഭദ്രാസനമായും ഈ സെൻറ്ററായും ഈ വർഷം ചിന്താവിഷയമായി തിരഞ്ഞെടുത്തെന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ കണക്കിൽ എടുക്കണം. അനുരഞ്ജനം സംഭവിക്കേണ്ടുന്ന ജീവിതത്തിൻ്റെ 4 മേഖലകളെക്കുറിച്ച് നാം പറയുമ്പോൾ അതിൽ പറയാതെ പോയ ഒന്നിനെക്കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സമാപന സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തോടും കുടുംബങ്ങളിലും വ്യക്തികളോടും സമൂഹത്തിലൊക്കെ സംഭവിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മോട് തന്നെ സംഭവിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു അനുരഞ്ജനമുണ്ട്. അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. എ റീകൺസിലിയേഷൻ with ourselves, within ourselves. ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, ആ ഉള്ളിലേക്കുള്ള നോട്ടം തരുന്ന തിരിച്ചറിവിനെ അഭിമുഖീകരിക്കുക, എൻകൗണ്ടർ ചെയ്യുക. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 39 മുതലുള്ള 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ലൂക്കോസ് 23:39. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരായിട്ടുള്ള 2 ദുഷ്പ്രവൃത്തിക്കാരെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് വളരെ പരിചയമുള്ളതാണ്. അവർ ഇരുവരും വെളിപ്പെടുത്തുന്നതായിട്ടുള്ള അവരുടെ മനോഭാവങ്ങളാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരാൾ കുരിശിൽ കിടക്കുമ്പോഴും നോക്കുന്നത് പുറത്തേക്കാണ്. അവൻ നോക്കുന്നത് തന്നോടൊപ്പം കിടക്കുന്ന ക്രിസ്തുവിനെയാണ്. അന്നേരവും അവന് പറയാനുള്ളത് പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും വാക്കുകളാണ്. ഉള്ളിലേക്ക് നോക്കാൻ അവൻ തയ്യാറല്ല. എന്നാൽ മറ്റേയാൾ, അവൻ നോക്കുന്നത് അവൻ്റെ ഉള്ളിലേക്കാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും കഠിനമായിട്ടുള്ള കാര്യമാണ് അതെന്ന് ഞാൻ മുൻപേ പറഞ്ഞല്ലോ. നമ്മളെല്ലാം ഇപ്പോഴും നോക്കുന്നത് പുറത്തേക്കാണ്, ഒരിക്കലും നമ്മൾ ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് സകല കുറ്റങ്ങളുടെയും കാരണക്കാർ നമ്മുടെ ചുറ്റുപാടും ഉള്ളവരാണ്. സകല ദോഷങ്ങളുടെയും മൂലം മറ്റുള്ളവരാണ്. ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറാവാതെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നഷ്ടമായി പോകുന്നത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചയാണ്. ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറായ
ആ ദുഷ്പ്രവൃത്തിക്കാരൻ, കള്ളൻ എന്ന് നമ്മൾ വാക്ക് സാറിന് പറയും, അയാൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്നത് നിഷ്കളങ്കനായ ക്രിസ്തുവിനെയാണ്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്നത് അവനെ തന്നെയാണ്, അവനായിരിക്കുന്ന അവസ്ഥയാണ്. അവൻ പറയുന്നു, നമ്മളിതിന് അർഹരാണല്ലോ, വി ഡിസേർവ് ദിസ്. ഈ ഉള്ളിലേക്കുള്ള നോട്ടം ഒഴിവാക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകേണ്ടുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നഷ്ടമായി പോകുന്നത്. അത് മറ്റൊരു വിധത്തിൽ കഴിഞ്ഞ രാത്രി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. സത്യം സ്വതന്ത്രരാക്കണമെങ്കിൽ സത്യത്താൽ പിടിക്കപ്പെടുവാനായിട്ട് നാം സത്യത്തിനെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ സത്യം എങ്ങനെ സ്വതന്ത്രമാണ്? ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്നതായിട്ടുള്ള ആ തിരിച്ചറിവുകളിലാണ് നമ്മൾ ആന്തരിക സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്, ഇന്നർ ഫ്രീഡം. അതിന് നമ്മൾ അനേകരും തയ്യാറാവുന്നില്ല. എന്നാൽ ഇവിടെ ഒരുത്തൻ തയ്യാറാവുമ്പോൾ, അവനെ തന്നെ കണ്ടെത്തുമ്പോൾ, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ പറയുന്നു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉള്ളിലേക്ക് നോക്കി നമുക്ക് അനുരഞ്ജനം സാധിക്കേണ്ടുന്നതായിട്ടുള്ള ചില മേഖലകളും കൂടിയുണ്ട്. എനിക്കറിയാം, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന, ഇവിടെ എൻ്റെ മുൻപിലിരുന്ന് കേൾക്കുന്നവരും വിദൂരങ്ങളിലിരുന്ന് കേൾക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഉള്ളിൽ അവർക്കിതുവരെയും സ്വയം അനുരഞ്ജനപ്പെടാൻ കഴിയാതെ പോയതായിട്ടുള്ള പല മുറിവുകളും അവർ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. അവർക്ക് അവരോട് തന്നെ ക്ഷമിക്കാൻ കഴിയാതെ പോകുന്നത് മൂലം അവരനുഭവിക്കുന്നതായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഒരു അനുഭവമുണ്ട്, സ്വയ കുറ്റപ്പെടുത്തലിൻ്റെ. ദൈവം ക്ഷമിച്ചാലും സ്വയം നമ്മോട് തന്നെ ക്ഷമിക്കാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവം തരാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്തവരായി പോവുകയാണ്. അതുകൊണ്ട് അനുരഞ്ജനം പുറമേ ഒക്കെ വേണം. നമ്മൾ കഴിഞ്ഞ 4 ദിവസം സംഭവിച്ചെല്ലാം നമുക്ക് പുറമേ സംഭവിക്കുന്ന അനുരഞ്ജനങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് നമ്മോട് തന്നെ സംഭവിക്കേണ്ടതായിട്ടുള്ള അനുരഞ്ജനമാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം 2-3 അധ്യായങ്ങളിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധയെ. മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചാണ് 3-ാം അധ്യായം പരാമർശിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഒന്നും പോകണ്ട. പാപം മൂലം മനുഷ്യന് സംഭവിച്ചതായിട്ടുള്ള നഷ്ടങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് 1-2 വാചകങ്ങളിൽ ഞാൻ പറയട്ടെ. ഒന്ന്, അവന് നഷ്ടമായത് ദൈവത്തോടുള്ള ബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോടുള്ള അനുരഞ്ജനത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ദൈവബന്ധത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്. 2, അവന് നഷ്ടപ്പെട്ടത് സഹോദരങ്ങളോടുള്ള ബന്ധമാണ്, മറ്റു മനുഷ്യരോടുള്ള ബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ സംഭവിക്കേണ്ടുന്ന അനുരഞ്ജനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ടാണല്ലോ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദ്യത്തെ കൊലപാതകം നമ്മൾ കാണുന്നത് പുറമേ നിന്നുമെന്ന് ആരും ചെയ്യുന്നതല്ല. ഒരു കുടുംബത്തിനുള്ളിൽ, ഒരു ഭവനത്തിനുള്ളിൽ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കൊല്ലുന്നതാണ് ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം. പാപം മൂലം നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ബന്ധങ്ങൾ, അവിടെ സംഭവിക്കേണ്ടുന്ന അനുരഞ്ജനത്തെക്കുറിച്ചാണ് നമ്മൾ 2-3 ദിവസങ്ങളിൽ സംസാരിച്ചത്. ഈ സമൂഹത്തോട് ഈ ലോകത്തോട് പാപം മൂലം നഷ്ടപ്പെട്ടു പോയൊരു ബന്ധമുണ്ട്. അത് 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സംഭവിച്ച നഷ്ടങ്ങളായതുകൊണ്ട് ആ മേഖലകളിലേക്കെല്ലാം ഒരു തിരിച്ചുവരവ്, ഒരു അനുരഞ്ജനം സംഭവിക്കുന്നത് പറയുമ്പോൾ പാപം മൂലം നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഒന്നും കൂടെയുണ്ട്. മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയത് അവനവനോട് തന്നെയുള്ള നല്ല ബന്ധമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അവസാനിക്കുന്നത് നമുക്കറിയാം. അവർ നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നഗ്നത ലജ്ജിക്കേണ്ടുന്ന ഒന്നായി മനുഷ്യൻ കണ്ടിരുന്നില്ല സൃഷ്ടിയിൽ. നഗ്നത സൃഷ്ടിയുടെ സൗന്ദര്യമായിരുന്നു, ദ ബ്യൂട്ടി ഓഫ് ക്രിയേഷൻ.
ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ അങ്ങനെയാണല്ലോ. ഇപ്പോഴും കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് അങ്ങനെയാണല്ലോ. തുണി ഉടുത്തുകൊണ്ട് ഒരു കുഞ്ഞും ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല. സൃഷ്ടിയുടെ മൂല സൗന്ദര്യം അതാണ്. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ നഗ്നരായിരുന്നു, നാണം തോന്നിയില്ലതാനും, ലജ്ജിക്കാനായിട്ടൊന്നുമില്ല. ഇതാണ് മനുഷ്യൻ, ഇതാണ് മനുഷ്യൻ്റെ സൗന്ദര്യം. മറയ്ക്കാനായിട്ടൊന്നുമില്ല. മറയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എന്തിനെയാണ് മറയ്ക്കേണ്ടുന്നത്? ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ പോരെ അത് മറയ്ക്കാനായിട്ടുള്ളത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒന്നും മോശമായിട്ടില്ല, അപൂർണമായിട്ടില്ല. ദൈവമെല്ലാം നല്ലതെന്ന് കണ്ടു. അതുകൊണ്ടാണ് നഗ്നതയിൽ ഒന്നും ലജ്ജിക്കേണ്ടതായിട്ടില്ല എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് നഗ്നത, സൃഷ്ടിയുടെ സൗന്ദര്യം അവന് ലജ്ജയുടെ കാരണമായി മാറുന്നു. അവൻ സ്വയം നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുന്നു. ദൈവം മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യം തന്നെ, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതുവരെയും നിനക്ക് ഇല്ലാതിരുന്നതായിട്ടുള്ള സൃഷ്ടിയെക്കുറിച്ചുള്ളൊരു അപകർഷതാബോധം, ഒരു വികലതാബോധം, ഒരു ഡിസ്റ്റോർഷൻ നിന്റെ ഉള്ളിൽ തന്നത് ആരാണ് എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. മനുഷ്യൻ അവനവനെക്കുറിച്ച് എന്നെ ലജ്ജിക്കുകയാണ്. എനിക്ക് എന്തോ മറയ്ക്കേണ്ടതായിട്ടുണ്ട്, എന്നിൽ എന്തോ മോശമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ച് എന്നെ ലജ്ജ തോന്നുകയും ഞാൻ മറക്കും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ എഴുതി, മനുഷ്യൻ്റെ വസ്ത്രം വാസ്തവത്തിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ അടയാളമാണ് എന്ന്. അതെ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ അടയാളമാണ് നമ്മൾ ധരിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ. പാപം മൂലം സ്വയത്തെക്കുറിച്ചുള്ള അവൻ്റെ ബോധ്യം വികലമായി കഴിഞ്ഞപ്പോൾ അവന് പലതും മറക്കേണ്ടതായിട്ട് വന്നു. അവനിൽ നിന്ന് തന്നെ അകന്നുപോയി. അതുകൊണ്ടാണ് നമ്മിലേക്കൊരു മടങ്ങി വരവ്, ഒരു അനുരഞ്ജനം, നമ്മളോട് തന്നെയുള്ളൊരു അനുരഞ്ജനം നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത്. പാപത്തിൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയത് എന്തോ അതിലേക്കെല്ലാമുള്ളൊരു തിരിച്ചുവരവ്, അനുരഞ്ജനം. അതാണ് സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും പറയുകയും ചിന്തിക്കുകയും ചെയ്തു. വളരെ വളരെ ആഴമായ വേദശാസ്ത്രപരമായ, വേദപുസ്തകപരമായ അടിസ്ഥാനം നിങ്ങളുടെ ചിന്താവിഷയങ്ങൾക്കുണ്ട് എന്ന് ഞാൻ ഒന്ന് ഓർപ്പിക്കുക മാത്രമാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന ആ കള്ളനെ പോലെ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഇന്ന് സമരസപ്പെടാം. നമ്മുടെ ഉള്ളിൽ നമുക്കിപ്പോഴും നമ്മളോട് തന്നെ ക്ഷമിക്കാൻ കഴിയാത്ത കുറ്റബോധം, അതിൽ നമുക്കൊന്ന് പുറത്തു വരാൻ കഴിയാത്തിടത്തോളം നമ്മൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം തന്നെ സന്തോഷം അനുഭവിക്കില്ല. കുറ്റബോധത്തിൽ നീറി നീറി നമ്മൾ മരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ നമ്മൾ ദീർഘകാലമായി ഉള്ളിൽ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. എത്രയോ വർഷങ്ങളായി നമ്മൾ സംസാരിച്ചിട്ടില്ലാത്ത ചിലർ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവും, നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലുണ്ടാവും. കുറേയേറെ കാലമായി നമ്മളോട് സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവരോടുള്ള നമ്മുടെ സംസാരം നിർത്തിയത് എന്നുള്ള കാരണം പോലും ഒരുപക്ഷെ നമ്മളിപ്പോൾ മറന്നുപോയി കാണും. കൃത്യമായി നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നില്ല അവരോട്. അതുകൊണ്ട് ഉള്ളിലേക്ക് നോക്കി നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കാൻ കഴിയാത്തതും മറ്റുള്ളവരോട് ക്ഷമിക്കാതെ നമ്മൾ ഉള്ളിൽ ഇപ്പോഴും കെട്ടുപോകാത്ത കനലായി സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോട് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് അനുരഞ്ജനപ്പെടണം. ഇതിനെയൊക്കെ എടുത്ത് പുറത്ത് കളയണം. ഇതിനെയൊക്കെ നമുക്കൊന്ന് എടുത്ത് പുറത്ത് കളയണം. അപ്പോൾ ജീവിതത്തിന് ലഭിക്കുന്നതായിട്ടുള്ള ഒരു അപാരമായിട്ടുള്ള സൗന്ദര്യവും സന്തോഷവും ഉണ്ട്. ഈ ലഹരി എന്നുള്ള വാക്ക് പലപ്പോഴും ഒരു നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ലഹരി പദാർത്ഥങ്ങൾ പറയുമ്പോൾ തന്നെ ദർ ഇസ് സംതിങ് റോങ് അബൌട്ട് ഇറ്റ്, എന്തോ കുഴപ്പമുള്ളൊരു കാര്യമാണ്. അതങ്ങനെ ആവണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലഹരി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപാരമായിട്ടുള്ള വലിയ പ്രൊഫൗണ്ട് ഗ്രേറ്റ് അങ്ങനെയുള്ളൊരു സന്തോഷം, ഒരു ആനന്ദം, അതല്ലേ ലഹരി എന്ന് പറയുന്നത്. നമ്മളതിനെ ഈ സാമാന്യം ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ ആ വാക്കിനെ വളച്ചു കെട്ടേണ്ട കാര്യമില്ല, ഒതുക്കി കെട്ടേണ്ട കാര്യമില്ല. അപാരമായ വലിയ സന്തോഷത്തിന് നമുക്ക് ലഹരി എന്ന് പറയാം.
സിജോയ് വർഗീസ് എന്ന പേരുള്ള ഇപ്പോൾ മലയാള സിനിമയിലൊക്കെ സാമാന്യം അറിയപ്പെടുന്ന ഒരു കത്തോലിക്ക സഭാംഗമായ നടനുണ്ട്. അദ്ദേഹം ഒരു സഭയിലെ സമ്മേളനങ്ങളൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കത്തോലിക്ക സഭയിലെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെയ്തൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: ഒരു ലഹരി പദാർത്ഥവും ഞാൻ എൻ്റെ ജീവിതത്തിൽ തൊടുന്നില്ല, എടുക്കുന്നില്ല. കാരണം അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ ശ്രദ്ധിക്കുക, ക്രിസ്തുവിനുപരിയായി മറ്റൊരു ലഹരിയും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നാണ് സിജോയ് വർഗീസ് പറഞ്ഞത്. ഒരു ലഹരി പദാർത്ഥത്തിന് എൻ്റെ ജീവിതത്തിന്മേൽ സ്വാധീനമില്ല, കാരണം ക്രിസ്തുവിനുപരിയായി ഒരു ലഹരിയും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ആ സിനിമാ നടൻ പറയുക. അപ്പോൾ ക്രിസ്തു തരുന്നതായിട്ടുള്ള ഈ അപാരമായിട്ടുള്ള ആനന്ദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും, ലഹരിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. എപ്പോൾ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്വതന്ത്രരാക്കണം. ഈ വലിയ സാധ്യത നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴും നമ്മൾ ഇങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ കഴിയാത്ത, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത ഒരുപാട് കെടാത്ത കനലുകൾ കുറ്റബോധങ്ങളായി ഒക്കെ ഉള്ളിൽ കൊണ്ടു നടന്ന് ഇതിലിങ്ങനെ വെന്ത് വെന്ത് വെണ്ണീറായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനുപരിയായിട്ടുള്ള ഒരു ലഹരിയും സാധ്യമല്ലാത്ത അപാരമായ വലിയൊരു സാധ്യത സഹോദരങ്ങളെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയല്ലേ. അനുരഞ്ജനപ്പെടേണ്ടേ നമുക്ക് നമ്മളോട് തന്നെ. ആ ക്രിസ്തു തരുന്നതായിട്ടുള്ള അന്യാദൃശ്യമായ യുണീക്ക് താരതമ്യമില്ലാത്തതായിട്ടുള്ള ആ ലഹരിയുടെ ആനന്ദത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന സ്നേഹമല്ലേ, സന്തോഷമല്ലേ, ഒന്നും നമ്മളെ തളർത്തുന്നില്ലല്ലോ. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മനോരമയുടെ പ്രസിദ്ധീകരണമായ വനിതാ മാസികയിൽ വന്ന ഒരു ലേഖനത്തിലെ ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് എഴുതിയത് മലയാള ചലച്ചിത്ര മേഖലയിൽ അറിയപ്പെട്ടിരുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പ് നിര്യാതനായ നടൻ ഇന്നസെൻ്റാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ചാണ്. ഇത് വനിതാ മാസികയിൽ വന്ന ചിത്രസഹിതം വന്ന ലേഖനമാണ്. ക്രിസോസ്റ്റം തിരുമേനിയും ഇന്നസെൻറ്റും രണ്ടുപേരും തമാശക്കാരാണല്ലോ. അപ്പോൾ ഏതോ ചാനലുകാർ ഇവരെ ഒരുമിച്ചിരുത്തി ഒരു ഇൻ്റർവ്യൂ നടത്താനായിട്ടൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ രണ്ടുപേരുടെയും സമയം ചേർന്ന് വരാഞ്ഞതുകൊണ്ടോ എന്തോ ഇത് നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസോസ്റ്റം തിരുമേനി അപ്പോൾ തന്നെ ക്യാൻസർ രോഗബാധിതനായിരുന്നു. പക്ഷേ എങ്കിലും വളരെ സജീവമായി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നസെൻ്റ് ക്യാൻസർ രോഗബാധിതനായി. അപ്പോൾ തിരുമേനി പറഞ്ഞു, തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, നമുക്ക് ഇരിങ്ങാലക്കുടയിൽ പോയി ഇന്നസെൻറ്റിനെ ഒന്ന് കാണണം. അപ്പം കൂടെ അങ്ങനൊന്നുമല്ല, ഇന്നസെൻ്റ് തിരുമേനി ഇങ്ങോട്ട് വന്ന് കാണേണ്ടതാണ്, നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. തിരുമേനി ഇല്ലില്ല, അദ്ദേഹവും ഒരു വലിയ മനുഷ്യനല്ലേ, നമുക്ക് അദ്ദേഹം രോഗബാധിതനാണ്, ക്യാൻസറായി. ഇവിടെ തിരുമേനി ഇരിങ്ങാലക്കുടയിൽ പോയി ഇന്നസെൻറ്റിനെ സന്ദർശിച്ചു. ആ കുടുംബത്തോടൊപ്പം തിരുമേനി പ്രഭാതഭക്ഷണം കഴിക്കുന്ന പടവും ഈ ലേഖനത്തോട് ചേർത്ത് പ്രസിദ്ധീകരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. വിശദാംശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ഒടുവിൽ ഇന്നസെൻ്റ് പറഞ്ഞ വാചകം ഇതാണ്: തിരുമേനി എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. തിരുമേനി എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. ഞാൻ തിരുമേനി ചെന്ന് കാണേണ്ടതായിരുന്നു, എനിക്കത് സാധിച്ചില്ല, ഞാൻ ചെയ്തില്ല. പക്ഷെ തിരുമേനി എന്നെ ഇവിടെ വന്ന് കണ്ടു. ആ സ്നേഹം കൊണ്ട് തിരുമേനി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന്. സഹോദരങ്ങളെ, എല്ലാ അനുരഞ്ജനങ്ങളും സ്നേഹം കൊണ്ടുള്ള തോൽപ്പിക്കലുകളല്ലേ? അത് പൊതുസമൂഹത്തിലായാലും കുടുംബത്തിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും എല്ലാം സ്നേഹം കൊണ്ടുള്ള തോൽപ്പിക്കലുകളല്ലേ സഹോദരങ്ങളെ അനുരഞ്ജനങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാവണമെങ്കിൽ സ്നേഹം ലഹരിയായി തീർക്കുന്നവനായിട്ടുള്ള ക്രിസ്തുവിൻ്റെ പിടിയിൽ നമ്മൾ വരണം. സിജോയ് വർഗീസ് പറഞ്ഞ പോലെ അതിലുപരിയായി മറ്റൊരു ലഹരി എനിക്കില്ല. ആ ലഹരി സ്നേഹത്തിൻ്റെ ലഹരിയാണ്. ആ നിറഞ്ഞൊഴുകുന്ന സ്നേഹം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ തോൽപ്പിക്കുകയാണ്. തോൽപ്പിക്കലുകൾ മുറിവേൽക്കാതെ ഇരിക്കുന്നതായിട്ടുള്ള ഒരേ ഒരു സ്ഥാനം സ്നേഹം കൊണ്ട് നമ്മൾ ഒരാളെ തോൽപ്പിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ എല്ലാ തോൽപ്പിക്കലുകളും ചില മുറിവുകൾ അവശേഷിപ്പിക്കും.
തോറ്റവരൊക്കെ ചെറിയ ചെറിയതും വലുതുമായിട്ടുള്ള മുറിവുകൾ ഏറ്റുവാങ്ങുന്നവരാണ്. ഒരു ഓട്ട മത്സരത്തിൽ തോൽക്കുന്നവൻ പോലും താൽക്കാലികമായിട്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു ദുഃഖം ഉറഞ്ഞുകൂടും. എല്ലാ തോൽപ്പിക്കലുകളും ലോകത്തിൽ മുറിവുകൾ അവശേഷിപ്പിക്കുന്നതായി മാറുമ്പോൾ തോൽപ്പിക്കൽ മുറിവല്ലാതാക്കി തീർന്നതായിട്ടുള്ള ഒരേ ഒരു സ്ഥാനം എവിടെയെങ്കിലും നമുക്കൊരാളെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ്. ക്രിസ്തോസിൻ്റെ തിരുമേനി ഇന്നസെന്റിനെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചോളെ. അനുരഞ്ജനത്തിലേക്ക് വരുമ്പോൾ ഈ സ്നേഹം കൊണ്ടുള്ള തോൽപ്പിക്കലുകളാണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് തോൽപ്പിക്കാം കുറേ പേരെ ഈ വർഷം. നിങ്ങളുടെ ഭദ്രാസനത്തിൻ്റെ ചിന്താവിഷയം അനുരഞ്ജനമാണല്ലോ. ഒരൊറ്റ തീരുമാനം നിങ്ങൾ എഴുന്നേറ്റ് എന്ന് പറയണമെന്നും ഞാൻ പറയുന്നില്ല. ഈ കള്ളൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഈ വർഷം ഞാൻ ചിലരെയൊക്കെ സ്നേഹം കൊണ്ടൊന്ന് തോൽപ്പിക്കും. പറഞ്ഞു തോൽപ്പിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ട്, അതൊക്കെ നമ്മൾ ബഹുസമർത്ഥരാണ്. ചിലർ നമ്മുടെ ഉച്ച ശബ്ദം കൊണ്ട് തോൽപ്പിച്ച് കളയും, അല്ലെ വാക് സാമർത്ഥ്യം കൊണ്ട് തോൽപ്പിച്ച് കളയും, അല്ലെങ്കിൽ കൈക്കരുത്ത് കൊണ്ട് നമ്മൾ തോൽപ്പിച്ച് കളയും, പണത്തിൻ്റെ ബലം കൊണ്ട് തോൽപ്പിച്ച് കളയും, അധികാരത്തിൻ്റെ ശക്തി കൊണ്ട് തോൽപ്പിച്ച് കളയും. ആ തോൽപ്പിക്കലുകളെ കുറിച്ചല്ല, ഈ വർഷം ഞാൻ ചിലരെയൊക്കെ എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ തോൽപ്പിക്കും. അതാണ് അനുരഞ്ജനം. എല്ലാ അനുരഞ്ജന പ്രഭാഷണങ്ങളും ഇന്നിവിടെ അവസാനിക്കുമ്പോൾ ഈ ഭദ്രാസനത്തിൻ്റെ ഈ മുഖ്യ ചിന്താവിഷയം നമ്മുടെ ഉള്ളിൽ നമുക്കൊന്ന് എഴുതിയിടാം ആഴത്തിൽ. ഇത് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് പറയാം, എൻ്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് നോക്കുകയാണ്. അത് തരുന്ന തിരിച്ചറിവുകളിൽ ഞാൻ ക്രിസ്തുവുമായിട്ട് എൻ്റെ ബന്ധത്തിൽ എനിക്ക് ലഭിക്കുന്ന അപാരമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കുകയാണ്. ആ സ്നേഹത്താൽ നിറഞ്ഞിട്ട് ആ സ്നേഹം കൊണ്ട് ഞാൻ ചിലരെയൊക്കെ ഈ വർഷം ഒന്ന് തോൽപ്പിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സഭ എത്ര സുന്ദരമാകും, ഇടവുകൾ എത്ര സുന്ദരമാകും, കുടുംബങ്ങൾ എത്ര സുന്ദരമാകും, ലോകം എത്ര സുന്ദരമാകും നമ്മളൊക്കെ അന്യോന്യം സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ. അതുകൊണ്ട് ഈ ഒരൊറ്റ വാചകത്തോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്നതാണ് അനുരഞ്ജനം. അനുരഞ്ജനം എന്ന വാക്കിൻ്റെ ഒരു ഒറ്റ വാചകത്തിലുള്ള എൻ്റെ നിർവചനം അതാണ്. അനുരഞ്ജനം സമം സ്നേഹം കൊണ്ടുള്ള തോൽപ്പിക്കൽ. അതുകൊണ്ട് സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ മനസ്സുള്ളവരായി തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ള വലിയ സന്തോഷം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരോടും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാത്യു ജോൺ അച്ഛൻ, വിവിധ ഇടവുകളിൽ നിന്ന് വന്നിരിക്കുന്ന സഹോദരങ്ങളെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാരോട് ഞാൻ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്ന മനസ്സ് ഈ വർഷം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ജനങ്ങളുള്ളിലുണ്ടാകുമ്പോൾ നിശ്ചയമായും അതിനനുസൃതമായിട്ടൊരു മാറ്റം ഈ ലോകത്തിൽ വരാൻ പോവുകയാണ്. ലോകത്തെ മാറ്റാൻ നമ്മളൊക്കെ ആരാണെന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട. ലോകത്തെ മാറ്റാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അതിന് നമ്മളാരും ഏബ്രഹാം ലിങ്കണും മോദിയും പിണറായി വിജയനൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളായിരിക്കുമ്പോൾ തന്നെ നമ്മളാലാവുന്ന വിധത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്നതും മനസ്സുകൊണ്ട് ഏറ്റെടുക്കുമ്പോൾ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നവരായി നമ്മളും മാറും. അതുകൊണ്ട് ജനസമൂഹമേ, ക്രിസ്തുവിൻ്റെ മക്കളെ, ലോകത്തെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ലോകമാക്കി തീർക്കുവാൻ, സ്നേഹം കൊണ്ട് ആരെങ്കിലുമൊക്കെ തോൽപ്പിക്കുവാൻ ഈ വർഷം നമുക്കിടയാവട്ടെ. ദൈവം അതിനായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.